രാഗിൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രാഗിൻ, ആയിരങ്ങളാണ് അത്തച്ചമയ ഘോഷയാത്ര കാണാൻ വേണ്ടി എത്തുന്നത്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗതാഗത നിയന്ത്രണം അടക്കം ഉള്ളവ അവിടെ വലിയ തോതിൽ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. ഏതൊക്കെ മേഖലകളിലേക്കാണ് ഘോഷയാത്ര കടന്നു പോവുക? ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുക. ഇതിനുശേഷം പുറത്തേക്ക് ഈ നഗരം ചുറ്റും വിവിധ ഇടങ്ങളിലേക്ക് പോകും. അതായത് ഈ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബസ് സ്റ്റാൻഡ് പരിസരം ചുറ്റി അതിനുശേഷം സ്റ്റാച്യു ജംഗ്ഷൻ വഴി കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്ന് സമാപിക്കും. അങ്ങനെയാണ് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിരവധി കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരക്കും. അതിനുശേഷം ഓരോ നാടൻ കലാരൂപങ്ങളുടെ ഭാഗമായും ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. അങ്ങനെ വിപുലമായ ഒരു നാടൻ കലാരൂപങ്ങളുടെ ഒരു സംഗമവേദി എന്ന നിലയിൽ തന്നെ ഇതിനെ പറയാം. അത്തരത്തിലാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ അത്തച്ചമയ ഘോഷയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദ്ഘാടന സഭ നടന്നുകൊണ്ടിരിക്കുന്നു. സ്പീക്കർ എൻ ഷംസീറാണ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അത്തപതാക ഉയർത്തും. തുടർന്ന് വിവിധ സന്ദേശങ്ങളുമൊക്കെയായി തന്നെ നിരവധി പേർ ഈ ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. വിവിധ വേഷങ്ങളുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ തന്നെ ഇതിൽ ഉണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓണാഘോഷങ്ങളുടെ ഒരു തുടക്കം എന്നത് തന്നെയാണ്. ഓണാഘോഷങ്ങളുടെ തുടക്കമാണ് അത്തച്ചമയ ഘോഷയാത്ര. അതിൻ്റെ ഭാഗമായി കുട്ടിപ്പുലികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആണോ? എല്ലാ വർഷം വരാറുണ്ടോ? കുട്ടിപ്പുലിയാണോ? കുട്ടിപ്പുലികളാണോ? ഇത്തരത്തിൽ കുട്ടികളൊക്കെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറിയ പുലികളുടെ വേഷമൊക്കെ കെട്ടിയാണ് അവർ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ബാൻഡും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായി ഉണ്ട്. ഒപ്പം വിവിധ കലാരൂപങ്ങളൊക്കെ തന്നെ അണിനിറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിവിധ വേഷങ്ങളൊക്കെ കെട്ടി തന്നെ ആളുകൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഒരുപാട് കുട്ടികൾ അതോടൊപ്പം തന്നെ നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ ഈ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തച്ചമയ ഘോഷയാത്ര നടത്തുന്ന ഈ പ്രദേശം അത് വലിയ ജനത്തിരക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട്. മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ബാധിക്കുന്നില്ല ഈ ആഘോഷത്തെ, അല്ലെങ്കിൽ ഇതിനെ ഒന്നും ബാധിക്കുന്നില്ല. വലിയ ആവേശത്തോടു കൂടി തന്നെ ഏവരും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് വേഷങ്ങൾ, ഏവർക്കും കൗതുകമുണർത്തുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും ഓരോരോരോ കലാരൂപങ്ങളും കലാപ്രകടനങ്ങളും വേഷങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ ഒട്ടും മിസ്സാവില്ല. കാരണം വലിയ കാഴ്ചകളുടെ സമ്പന്നമായൊരു പ്രദേശം തന്നെയായി തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന പ്രദേശം മാറിയിരിക്കുന്നു. തൃപ്പൂണിത്തുറ നഗരസഭയാണ് അത്തച്ചമയ ഘോഷയാത്രയുടെ സംഘാടനം മുഴുവൻ കാലങ്ങളായി നടത്തുന്നത്. എങ്ങനെയാണ് അവിടേക്ക് ആളുകൾ എത്തുന്നത്? ഈ ഘോഷയാത്ര കാണാൻ വേണ്ടി കുടുംബസമേതം വരികയാണോ, അതോ പല സംഘടനകളുടെ നേതൃത്വത്തിൽ നേരത്തെ വിദ്യാർത്ഥികളെ കണ്ടു ആ പരിസരത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ സംഘങ്ങളായി എത്തുകയാണോ ചെയ്യുക? സഹിഷ്ണുതയുടെ ആഘോഷമാണ് ഓണം. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ് മലയാളികളുടെ ഓണാഘോഷം കാലാകാലങ്ങളായി നടക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനൊരു ഐതിഹ്യമുള്ളത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓണ നാളുകളിൽ അത്തം ദിവസം കൊച്ചി രാജാക്കന്മാർ പ്രത്യേക ചമയത്തോടെ വേഷഭൂഷാദികളോടെ സേനാംഗങ്ങളോടൊപ്പം ഒക്കെ സാംസ്കാരിക രൂപങ്ങളുടെ അകമ്പടിയോടുകൂടി, നൃത്തത്തിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി അവിടുത്തെ ജനങ്ങളെ കാണാൻ വേണ്ടി ഘോഷയാത്രയായി എത്താറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവർത്തനം എന്ന നിലയ്ക്കാണ് ഇപ്പോഴും ഇത് സംഘടിപ്പിക്കുന്നത്. രാജഭരണമൊക്കെ അവസാനിപ്പിച്ചതോടുകൂടി അത്തരം ഘോഷയാത്രകൾ അവസാനിച്ചു. പിന്നീട് ജനകീയ കമ്മിറ്റികൾ ഇതൊരു ആഘോഷ പൊലിമ എന്ന നിലയ്ക്ക് വീണ്ടെടുക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തൃപ്പൂണിത്തുറ നഗരസഭയാണ് അത്തച്ചമയം നടത്തുന്നത്. ഈ കാലത്തും നമ്മുടെ ഒരു ഓണാഘോഷത്തിന്റെ തുടക്കം അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ് നടത്തുക. വളരെ കാണാൻ കൗതുകമുള്ള, കാണാൻ ഭംഗിയുള്ള കോലങ്ങളൊക്കെ അണിനിരക്കുന്ന ഘോഷയാത്ര ആണ് അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി നടക്കുന്നത്. അത് കാണാനെത്തുന്ന കുട്ടികൾ, വിവിധയിടങ്ങളിലെത്തുന്ന ആളുകൾ, വിനോദസഞ്ചാരികൾ ഒക്കെ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ധാരാളം പേർ ഈ ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിൽ എത്തിച്ചേരാറുമുണ്ട്.